ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന് ജില്ലാതല സ്വരാജ് ട്രോഫി 20 ലക്ഷം രൂപയും സ്വരാജ് ട്രോഫിയും സാക്ഷ്യപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മാലിന്യ സംസ്കരണത്തിൽ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയ ഇരട്ടയാർ പഞ്ചായത്ത് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയിരുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ പ്രസംഗത്തിൽ ഇരട്ടയാർ പഞ്ചായത്തിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ പരാമർശിച്ചിരുന്നു. സമീപനം, സഹകരണം, നവീകരണം, ശാക്തീകരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഇരട്ടയാർ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ഉദാഹരണമാണെന്നും നിർമ്മല സീതാരാമൻ പ്രസംഗത്തിൽ വ്യക്തമാക്കി. പരിസ്ഥിതി സംരക്ഷണത്തിനൊപ്പം സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണം വിജയകരമായി നടപ്പാക്കി വരുന്നു. 4600-ലേറെ വീടുകൾ, 500 സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ മാലിന്യം ശേഖരിക്കുന്നുണ്ട്. ഒറ്റക്കെട്ടായി നാടിന് നന്മ ചെയ്യാൻ വേണ്ടി മെമ്പർമാരും അതുപോലെ ഈ നാട്ടിലെ ഓരോരുത്തരും ഒത്തൊരുമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ അവാർഡ് നമ്മളെ തേടിയെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് എല്ലാ മെമ്പർമാരെയും അതുപോലെ നമ്മുടെ നാട്ടിലെ ഓരോരുത്തരെയും മാത്രമല്ല, നമുക്കറിയാം ഇതുപോലൊരു പ്രവർത്തനത്തിന് വഴിയൊരുക്കുന്ന ഇവിടുത്തെ വ്യാപാരി സുഹൃത്തുക്കളുണ്ട്, ഓട്ടോ തൊഴിലാളികളുണ്ട്, പ്രിയപ്പെട്ട നാട്ടുകാരുണ്ട്. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ വീടുകളിലൂടെയൊക്കെ വരുമ്പോൾ അവർക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ അവരുടെ കൈകളിൽ എത്തിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ ഓരോ മേഖലയിലും അതുപോലെ നമ്മുടെ കോൺട്രാക്ടർമാർ ഇവിടുത്തെ വർക്കുകളെല്ലാം ഏറ്റവും അടിയന്തരമായി ചെയ്യുന്നതിന് വേണ്ടി നല്ലൊരു സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതുപോലെ മത പുരോഹിതന്മാർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞപ്പോൾ ഇരട്ടയാറിനൊരു അഭിമാനത്തിൻ്റെ ഒരു നിമിഷമായി മാറുകയാണ്. ഇനിയും നല്ല നല്ല നേട്ടങ്ങളുണ്ട്. ഈ നേട്ടങ്ങളെല്ലാം സമർപ്പിക്കുന്നത് ഇരട്ടയാർ നിവാസികളാണ്. കാരണം ഓരോരുത്തരും ഒത്തൊരുമിച്ച് നിന്നു. മാത്രമല്ല നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഇത് കൃത്യമായി അത് എല്ലാവരുടെയും എത്തിക്കാൻ വേണ്ടിയുള്ളൊരു സഹായം ചെയ്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാവർക്കും ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. 30-ലേറെ സ്ത്രീകളാണ് ഹരിതകർമ്മ സേനാംഗങ്ങളായി പ്രവർത്തിക്കുന്നത്. ധനത് വരുമാനം ഏറ്റവും കുറവാണ്. പക്ഷേ ആ ധനത് വരുമാനം കുറവുള്ള പഞ്ചായത്തിൽ പോലും ഇത്തരം കാര്യങ്ങളെ മുൻപന്തിയിലേക്ക് വരാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് വലിയ അഭിമാനകരമായി തോന്നുകയാണ്. രാജ്യത്തെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇരട്ടയാർ പഞ്ചായത്തിൻ്റെ പേര് അത് രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ അത് നമുക്ക് മറ്റൊരു അഭിമാനമാണ്. പ്രതിമാസം 10,000 രൂപ വീതം ഇവർക്ക് വേതനമായി ലഭിക്കുന്നു. പഞ്ചായത്തിലെ 85% വീടുകളിൽ നിന്നും 90% സ്ഥാപനങ്ങളിൽ നിന്നുമായി പ്രതിമാസം 2,50,000 രൂപ യൂസർ ഫീയായി പിരിച്ചെടുക്കുന്നു. ശേഖരിക്കുന്ന മാലിന്യങ്ങൾ 18 വിഭാഗങ്ങളായി തരംതിരിച്ച് സ്വകാര്യ ഏജൻസികൾക്കും റീസൈക്ലിംഗ് കമ്പനികൾക്കും കൈമാറുന്നുണ്ട്. പ്രതിമാസം 4 ടൺ പ്ലാസ്റ്റിക്കാണ് ശേഖരിക്കുന്നത്. ഒരുപാട് പേരുടെ അധ്വാനത്തിന്റെ ഫലവും ഒരുപാട് പേരുടെ സപ്പോർട്ടിൻ്റെ ഫലവും കൊണ്ടാണ് ഇങ്ങനെയൊരു സ്വരാജ് ട്രോഫി നേടിയെടുക്കാനായിട്ട് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചത്. പഞ്ചായത്തിൻ്റെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് ആദ്യം ഭരണസമിതി 2021 ഭരണസമിതി കയറിയപ്പോൾ അന്ന് പ്രസിഡൻ്റായിരുന്ന ജിൻസൺ വർക്കി അടക്കം അന്നിരുന്ന സെക്രട്ടറി ശിവകുമാർ സാർ അടക്കം ഈ പഞ്ചായത്തിന് വേണ്ടി കഷ്ടപ്പെടുകയും അതുപോലെ തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിനെ നല്ല ഉന്നതിയിലേക്ക് കൊണ്ടുവരികയും ജിൻസൺ വർക്കി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് അടുത്ത പ്രസിഡന്റ് സ്ഥാനം 2023 ഞാൻ സ്ഥാനമേറ്റപ്പോൾ അതിലും കൂടെ ഒരുപടി ഉയർച്ച കൊണ്ടുവരണമെന്ന ആഗ്രഹത്തോടെ തന്നെ 2023 പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഏറ്റ് പഞ്ചായത്തിന് വേണ്ടി നിലകൊള്ളുകയും അതുപോലെ തന്നെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒപ്പം നിൽക്കുകയും ചെയ്തു. എൻ്റെ ഒപ്പം നിന്ന് എൻ്റെ ഭരണസമിതിയും അതുപോലെ മുൻ പ്രസിഡന്റ് ജിൻസൺ വർക്കി അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ജില്ലയിൽ 2ാം സ്ഥാനം ഉടുമ്പന്നൂർ പഞ്ചായത്തിനാണ്. 10 ലക്ഷം രൂപയും സ്വരാജ് ട്രോഫിയും സാക്ഷ്യപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം.